ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജിയുടെ ആൻസിലറി പേപ്പറായ വേൾഡ് ഹിസ്റ്ററിയുടെ അനുബന്ധ പേപ്പറായ വേൾഡ് ഹിസ്റ്ററിയിലെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സുകളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ആൻസറാണ് പറയുന്നത്. എസ്സേ ആയിട്ട് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ പിന്നെ നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെ എസ്സേസ് ആയിട്ട് ഇങ്ങനെ വരുന്നത് പഠിപ്പിക്കുമ്പോൾ കുറേ 4 മാർക്ക് 2 മാർക്കിൻ്റെ ഒക്കെ ആൻസറുകൾ കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് ആൻസർ. ഇപ്പം 4 ഇല്ല കേട്ടോ, 5 മാർക്കാണ്. നോക്കാം നമുക്ക് എന്താ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സാമിൻ ദ റോൾ ഓഫ് അപ്രോപ്രിയേഷൻ ഇൻ ഷേപ്പിംഗ് ഇക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ സിസ്റ്റം. അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിനിയോഗം അല്ലേ? സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക സമ്പ്രദായങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ വിനിയോഗത്തിൻ്റെ അല്ലെങ്കിൽ വിനിമയത്തിൻ്റെ പങ്ക് പരിശോധിക്കുക എന്നാണ് ഇതിൻ്റെ ആൻസർ. നേരത്തെ മറ്റാരുടെയെങ്കിലും നിയന്ത്രണത്തിലായിരുന്ന വിഭവങ്ങളോ ആസ്തിയോ മറ്റൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഗ്രൂപ്പോ നിയന്ത്രണത്തിലാക്കുന്ന പ്രക്രിയയാണെന്ത്? അപ്രോപ്രിയേഷൻ അല്ലെങ്കിൽ വിനിയോഗം എന്ന് പറയുന്നത് വേൾഡ് ഹിസ്റ്ററിയിൽ. ഇതിന് പല രൂപങ്ങളുണ്ട്. കീഴടക്കുക, കോളനിയാക്കുക, ചൂഷണത്തിലൂടെ അധീനപ്പെടുത്തുക, നിയമപരമായ ഏറ്റെടുക്കൽ, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. അപ്രോപ്രിയേഷൻ്റെ വിവിധ രൂപങ്ങളാണ്. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ഘടനയ്ക്ക് രൂപം കൊടുക്കുന്നതിൽ ഈ അപ്രോപ്രിയേഷൻ വലിയ പങ്കുണ്ട്. ഇന്ത്യയെ ബ്രിട്ടൻ കോളനിയാക്കിയപ്പോൾ ഇന്ത്യയിലെ വിഭവങ്ങളും ഭരണം വരെയും അവരുടെ അധീനതയിലായിരുന്നു. ഇത് പരമ്പരാഗത സംസ്കാരവും സമൂഹം തകരുന്നതിന് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതിന് ഇടവരുത്തിയിട്ടുണ്ട്. ഇനി നമ്മളോടുള്ള ചോദ്യത്തിലേക്ക് നമ്മൾ വരും. ഇതൊരു ഇൻട്രൊഡക്ഷൻ എന്നാണ് കൊടുത്തിട്ട് നമ്മളോട് എന്താ ചോദ്യം? ഇത് സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പശ്ചാത്തല സാഹചര്യങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ എന്താ പങ്ക് അപ്രോപ്രിയേഷൻ എന്നാണ് അല്ലേ. അപ്പോൾ റോൾ ഓഫ് അപ്രോപ്രിയേഷൻ ഇൻ ഷേപ്പിംഗ് ഇക്കണോമിക് സിസ്റ്റം ആദ്യം വരുന്നത്. സാമ്പത്തിക വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ അപ്രോപ്രിയേഷൻ്റെ പങ്ക് എന്താണ്, അല്ലെങ്കിൽ വിനിയോഗത്തിൻ്റെ പങ്ക് എന്താണെന്നാണ്. നിങ്ങൾ അപ്രോപ്രിയേഷൻ എന്ന് എഴുതിയാൽ മതി കേട്ടോ. വിനിയോഗം എന്ന് എഴുതുമ്പോൾ ശരിക്കും ചിലപ്പോൾ വേർഡ് മീനിങ് അങ്ങനെയാണ്, അത് അങ്ങനെ പറയണം. നോക്കുക, എന്താണ് സാമ്പത്തിക മേഖലയിലെ പങ്ക്? കാർഷിക മേഖലയിൽ നിന്നും വ്യവസായ ഉൽപ്പാദനത്തിലേക്കുള്ള മാറ്റം അനേകം കർഷക തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ അവർ നഗരങ്ങളിലേക്ക് കുടിയേറുന്നതിനും ഇടവരുത്തിയിട്ടുണ്ട്. ഇത് മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് രൂപം കൊടുക്കുന്നതിലേക്ക് നയിച്ചു. ഇന്ത്യയെ ബ്രിട്ടൻ കോളനിയാക്കിയപ്പോൾ ഇന്ത്യൻ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു. ചൂഷണത്തിലൂടെ ധാരാളം സമ്പത്ത് ബ്രിട്ടീഷുകാരെ എങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്തു? ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇതാണ് നമ്മളതിൻ്റെ എക്കണോമിക് സിസ്റ്റത്തെക്കുറിച്ച് പറയുന്നത്. ഇനി റോൾ ഓഫ് അപ്രോപ്രിയേഷൻ ഇൻ ഷേപ്പിംഗ് പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. രാഷ്ട്രീയ വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ അപ്രോപ്രിയേഷൻ്റെ പങ്കാണ് നോക്കുന്നത് കേട്ടോ. നോക്കുക, സമ്പത്ത് കൈവശമാക്കിയ വ്യക്തിയോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളോ രാഷ്ട്രീയ അധികാരം കൂടി കൈവശപ്പെടുത്തും. സ്വാഭാവികമാണ്. അവർക്ക് രാഷ്ട്രീയ സ്ഥാപനങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലും നിയമനിർമ്മാണത്തിലും ഒക്കെ സ്വാധീനം ചെലുത്താൻ കഴിയും അതിലൂടെ. അതേസമയം ചെറിയ പ്രദേശങ്ങളിൽ രാഷ്ട്രീയ ഏകീകരണം കൊണ്ടുവരാനും അവരെ അത് സഹായിക്കും. എന്നാൽ ചില സമയങ്ങളിൽ സ്വാധീനമുള്ളവർ നിലവിലെ ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കാൻ ഈ സ്വാധീനം ഉപയോഗപ്പെടുത്താറുണ്ട്, അല്ലെങ്കിൽ അതിനും അവർക്ക് കഴിയും എന്നതാണ് വാസ്തവം. അതിനും ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ അതാണ് എന്ത്? മറ്റുള്ളവരുടെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയില്ലേ. ഇനി റോൾ ഓഫ് അപ്രോപ്രിയേഷൻ ഇൻ ഷേപ്പിംഗ് ദ സോഷ്യൽ സിസ്റ്റമാണ്. സാമൂഹ്യ വ്യവസ്ഥിതി എങ്ങനെ രൂപപ്പെടുത്തും എന്നതാണ്. നോക്കുക, സാമൂഹിക നിയമങ്ങളും മൂല്യങ്ങളും ബന്ധങ്ങളും ഘടനയും പ്രചരിപ്പിക്കാൻ ഈ അപ്രോപ്രിയേഷൻ സഹായകമാണ്. കൂടുതൽ സാമൂഹിക സമത്വം കൊണ്ടുവരാൻ അപ്രോപ്രിയേഷൻ ചിലപ്പോഴെങ്കിലും ഉപകാരപ്പെടാറുമുണ്ട്. സാമൂഹിക നീതി നിലനിർത്താനും നിലവിലെ രീതിയിൽ മാറ്റം വരുത്താനും ഏത് സഹായിക്കും? അപ്രോപ്രിയേഷൻ സഹായിക്കും. അതേസമയം സാമൂഹിക തുല്യതയ്ക്ക് ഏത് വെല്ലുവിളിയാണ്? അപ്രോപ്രിയേഷൻ ഒരു വെല്ലുവിളി, അല്ലെങ്കിൽ വിനിയോഗം ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ അതാണ് അവിടെ ഉള്ളൊരു നെഗറ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യന് ആൻസറായി. ഇനി നമുക്കടുത്ത് നോക്കാനുള്ളത് മറ്റൊരു എസ്സേ രൂപത്തിൽ തന്നെ ചോദിക്കാൻ സാധ്യത അങ്ങനത്തെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ബാക്കി മാർക്കിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ദ പ്രോസസ് ഓഫ് ക്ലാസ് ഫോർമേഷൻ. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ദ പ്രോസസ് ഓഫ് ക്ലാസ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ വർഗ രൂപീകരണ പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും വിശദീകരിക്കാനാണ്. അപ്പോൾ നമുക്ക് വർഗ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന്. ഒന്ന് എക്കണോമിക് ഫാക്ടേഴ്സാണ്, സാമ്പത്തിക ഘടകങ്ങൾ. വർഗ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് സാമ്പത്തിക ഘടകങ്ങൾ. നോക്കുക, കൃഷി വളർന്നു വന്നതോടെ ജനങ്ങൾ സ്ഥിരതാമസം ആരംഭിച്ചു. അതോടെ ഉൽപ്പാദന മിച്ചം ഉണ്ടായി. അതായത് തങ്ങൾക്ക് വേണ്ടിയുള്ള ഉൽപ്പാദിപ്പിക്കുന്നതിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ഇത് ഉടമ തൊഴിലാളികളും എന്താ പറയുക ജോലി ചെയ്യുന്ന ഉടമകളും തൊഴിലാളികളും, അതായത് കൂലിക്ക് ജോലി ചെയ്യുന്ന തൊഴിലാളികളും ഉടമകളും എന്നിങ്ങനെ 2 വിഭാഗങ്ങളെ സമൂഹത്തിൽ രൂപപ്പെടുത്തി. മധ്യ യൂറോപ്പിൽ
ഫ്യൂഡലിസം ഉയർന്നു വരുന്നതിനും അതുപോലെ തന്നെ ഇത് കുടിയാന്മാർ പിന്നെ ഒറിജിനൽ ഭൂപ്രഭുക്കൾ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളുടെ അതായത് ജന്മികൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു. വ്യാവസായിക വിപ്ലവത്തോടെ സ്വകാര്യ സ്വത്ത് സമ്പാദനം നിലവിൽ വന്നു. ഇത് മുതലാളിത്തത്തിലേക്കും നയിച്ചു. ഇത് സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുതലാളി തൊഴിലാളി വർഗ രൂപീകരണത്തിന് വഴിവെച്ചു എന്ന് പറഞ്ഞു. മുതലാളിത്തത്തിൻ്റെ ചൂഷണത്തിനെതിരെ അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് രൂപം കൊണ്ട സോഷ്യലിസം, മുതലാളിത്തത്തിൻ്റെ ചൂഷണത്തെ എതിർത്തുകൊണ്ട് രൂപം കൊണ്ട സോഷ്യലിസം ഉൽപ്പാദനോപകരണങ്ങളുടെ കൂട്ടായ ഉടമസ്ഥാവകാശത്തെ പ്രോത്സാഹിപ്പിച്ചു. ഈ ഓരോ സാമ്പത്തിക ഘടനയിലും അതിൻ്റേതായ രീതിയിൽ സമൂഹത്തിൽ എന്തുണ്ടായിട്ടുണ്ട്, വർഗങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തത് എന്താണ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സാണ്. സാമ്പത്തിക ഘടകം, രാഷ്ട്രീയ ഘടകങ്ങൾ. സാമ്പത്തിക ഘടകങ്ങളിൽ എന്താണ്, രണ്ട് വർഗ്ഗങ്ങൾ രൂപം കൊണ്ടു. അതെങ്ങനെയാണ്, സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ആളുകളെ വർഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് മെയിൻ പോയിന്റ്. ഇനി പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ വരുന്ന എന്താണ്, രാഷ്ട്രീയ ഘടകങ്ങളിൽ വരുന്നത് അധികാരം കുറച്ച് വ്യക്തികളിലോ ഗ്രൂപ്പുകളിലോ കേന്ദ്രീകരിക്കപ്പെട്ടു. അപ്പോൾ അത് എന്താണ്, ഒരു ഭരണവർഗം രൂപം കൊള്ളുന്നതിന് ഇടവരുത്തി. അവർ എന്ത് ചെയ്തു, അവശേഷിക്കുന്ന വിഭാഗത്തെ അവരുടെ ആവുന്ന എല്ലാ വിധത്തിലും അവർ നിയന്ത്രിച്ചു. രാജവാഴ്ചയിൽ രാജാവോ രാജ്ഞിയോ അധികാരം കൈയാളും, മറ്റുള്ളവരുടെ മേൽ അവർ ആധിപത്യം ചെലുത്തും. പ്രഭുവർഗം ഭരണം കൈയാളിയപ്പോഴോ വിശാലമായ ഭൂമിയും അവരുടെ അധീനതയിലായപ്പോൾ അവർക്ക് സാമ്പത്തിക സ്വാധീനവും കൂടി ലഭിച്ചു. ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾ ഉയർന്നു വന്നപ്പോൾ തങ്ങളെ ആശ്രയിക്കുന്നവരുടെ മേൽ അവർ അടിച്ചമർത്തലുകൾ വരെ നടത്തി. ജനാധിപത്യ സമൂഹങ്ങളിൽ രാഷ്ട്രീയ അധികാരം കൂടുതൽ തുല്യമായിട്ട് വിതരണം ചെയ്യപ്പെടുന്നു എന്നാണ് വെപ്പ്, അല്ലേ? അങ്ങനെയാണല്ലോ പറയാറ്. പക്ഷേ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ അധികാരത്തിലും സ്വാധീനത്തിലും കാര്യമായ വ്യത്യാസങ്ങൾ ഏതിലുമുണ്ട്, ജനാധിപത്യ സംവിധാനത്തിലും ഉണ്ട്. അപ്പോൾ അതാണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. ഇനി കൾച്ചറൽ ഫാക്ടേഴ്സാണ്, സാംസ്കാരിക ഘടകങ്ങൾ. എന്തിൻ്റെ ഫാക്ടേഴ്സാണ് അപ്പോൾ നമ്മൾ പറയുന്നത്, ക്ലാസ് ഫോർമേഷൻ്റെ അല്ലെ വർഗ്ഗരൂപീകരണത്തിൻ്റെ ഘടകങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ എവിടെ വർഗ്ഗങ്ങൾ രൂപം കൊണ്ടത്, സമ്പത്തിക ഘടനയിൽ മനസ്സിലായി, തൊഴിലാളി മുതലാളി വർഗ്ഗം ഉണ്ടായി. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിലോ ഒരു ഭരണവർഗവും ആ ഭരണവർഗം അവർ അടിച്ചമർത്തുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗവും, അങ്ങനെ ന്യൂനപക്ഷമല്ല ഭൂരിപക്ഷം വരുന്ന വിഭാഗത്തെ ന്യൂനപക്ഷം അടിച്ചമർത്തുന്ന ഒരു സമ്പ്രദായം, അതാണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിലുള്ളത്. ഇനി കൾച്ചറൽ ഫാക്ടേഴ്സ് നോക്കിയാലോ, ആളുകൾ അവരുടെ കഴിവുകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കി അതുവഴി എന്ത് ചെയ്യുന്നു, ഭരണമേധാവികളുടെ ആദരവ് പിടിച്ചു പറ്റും. ഇതെന്തിന് സഹായിക്കും, ഇത് ഭരണവർഗവുമായി അവർക്കൊരു അടുപ്പം ഉണ്ടാക്കുന്നതിനും ഒരു ഭരണവർഗത്തിൻ്റെ, അതായത് ഈ ഭരണവിഭാഗത്തെ പിന്തുണക്കുന്ന ഒരു ഭരണവർഗത്തിൻ്റെ ഉദയത്തിനും കാരണമായി. അപ്പോൾ അവിടെ ഒരു പുതിയ വർഗ്ഗം ഉണ്ടായില്ലേ. അപ്പോൾ പുരാതന സമൂഹങ്ങളിൽ ഇങ്ങനെ ഒരു വർഗ്ഗത്തെ നമുക്ക് കാണാൻ കഴിയും, വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ ഫ്യൂഡൽ സമൂഹത്തിൽ ഭരണവർഗത്തിൽ കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെ ഉൾപ്പെട്ടിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു വരേണ്യവർഗ്ഗം അവിടെ രൂപം കൊള്ളും. ഇനി ടെക്നോളജിക്കൽ ഫാക്ടേഴ്സാണ്, സാങ്കേതിക ഘടകങ്ങളാണ്. സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം പുതിയ വ്യവസായങ്ങളുടെയും സമ്പദ് വ്യവസ്ഥകളുടെയും ഉദയത്തിന് കാരണമായി. ഇത് പുതിയ വ്യക്തിത്വവും അതുപോലെ പങ്കുമുള്ള വിഭാഗത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായി. ഒരു പുതിയ വ്യക്തിത്വവും ഒരു പ്രത്യേക പങ്കുമുള്ള ആളുകളുടെ രൂപീകരണത്തിന് അത് കാരണമായിട്ടുണ്ട്. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗവും മുതലാളി വർഗവും നിലവിൽ വന്നു. വാർത്താവിനിമയ സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റം വിവരശേഖരണത്തിൻ്റെയും അതുപോലെ വിജ്ഞാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയ വിഭാഗങ്ങളെ രൂപപ്പെടുത്തി. ഈ വിഭാഗത്തിന് ഉയർന്ന ശമ്പളവും ജോലിയും ഉയർന്ന സാമൂഹിക സ്വാധീനവും ഒക്കെ ലഭിക്കുകയും ചെയ്തു. ഈ വിഭാഗത്തെ നമ്മൾ നേരത്തെ ഒരു പേര് വിളിച്ചിരുന്നല്ലോ, എന്താണ്, ടെക്നോക്രാറ്റിക് എലൈറ്റ്. ഇതാണ് ടെക്നോക്രാറ്റിക് എലൈറ്റ്. 2 മാർക്കിന് ചിലപ്പോൾ ചോദിക്കുക. ആരാണ് ഈ ടെക്നോക്രാറ്റിക് എലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വാർത്താവിനിമയ സാങ്കേതിക വിദ്യയിലുണ്ടായ മുന്നേറ്റത്തിൻ്റെ ഫലമായി സമൂഹത്തിലുണ്ടായ ഒരു പുതിയ വിഭാഗമാണ് അവർ. അവരുടെ പ്രത്യേകത എന്താണ്, അവർ സമൂഹത്തിൽ ഉയർന്ന പദവി നേടും, ഉയർന്ന ശമ്പളം ഉണ്ടാവും, പിന്നെ എന്താണ്, ഒരു പ്രത്യേക വിഭാഗമായിട്ട് ആളുകൾ അവരെ ആദരിക്കുക, അതാണ് പദവി കെടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ അവസാനം അവർക്ക് എവിടം വരെ എത്താനുള്ള കഴിവ് വരെ കിട്ടും, ഭരണത്തിൽ വരെ കയറാനുള്ള കഴിവ് കിട്ടും എന്നൊരു വിഭാഗമാണ് ആരെ, ടെക്നോക്രാറ്റിക് എലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്, പാരിസ്ഥിതിക ഘടകങ്ങൾ. വർഗ്ഗ രൂപീകരണത്തെ സഹായിക്കുന്ന പാരിസ്ഥിതിക ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഒരു മേഖലയിൽ ലഭ്യമാകുന്ന പ്രകൃതി വിഭവങ്ങളുടെ അടിസ്ഥാനത്തിലും എന്ത് രൂപപ്പെടാറുണ്ട്, വർഗ്ഗങ്ങൾ രൂപപ്പെടാറുണ്ട്. തീരപ്രദേശങ്ങളിൽ മത്സ്യബന്ധന വിഭാഗം, അല്ലേ, അങ്ങനെ പറയില്ലേ നമ്മൾ, അതുപോലെ കായിക പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ആരാണ്, കായിക വിഭാഗം രൂപപ്പെടാറുണ്ട്. അപ്പോൾ പരിസ്ഥിതിയുടെ അടിസ്ഥാനത്തിലും എന്തുണ്ടാവാറുണ്ട്, സമൂഹത്തിൽ വർഗ്ഗങ്ങൾ രൂപീകരിക്കപ്പെടാറുണ്ട്. പിന്നെ ഇംപ്ലിക്കേഷൻസ് ഓഫ് ക്ലാസ് ഫോർമേഷൻ ഓഫ് സൊസൈറ്റി, അത് അതിൻ്റെ കൂടെ കൊടുക്കേണ്ട ഒരു ആൻസറാണ്, എസ്സേ ആണെങ്കിൽ കേട്ടോ. സമൂഹത്തിൽ വർഗ്ഗ രൂപീകരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ. അപ്പോൾ ഫാക്ടേഴ്സ് പറയുക, ഫാക്ടേഴ്സ് മാത്രം ചോദിക്കുകയാണെങ്കിൽ അതുവരെ മതി. എക്കണോമിക്, പൊളിറ്റിക്കൽ,
പിന്നെ കൾച്ചറൽ, ടെക്നോളജിക്കൽ, അങ്ങനെ ഘടകങ്ങൾ, എൻവിയോൺമെൻറ്റൽ 5 ഘടകങ്ങൾ മതി. അത് എസ് ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് കൂടി, സമൂഹത്തിൽ വർഗ്ഗരൂപീകരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ കൂടി നമ്മൾ കൊടുക്കണം. ഇതാണ് സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾക്ക് വർഗ്ഗരൂപീകരണം ഇടവരുത്തും, സമൂഹത്തിൽ പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കുന്നതിന് അത് കാരണമാകും, തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ വൈവിധ്യവും ബൗസരതയും ഉണ്ടാക്കുന്നതിന് വർഗ്ഗരൂപീകരണം ഇടവരുത്തുന്നു, ദാരിദ്ര്യം, അസമത്വം തുടങ്ങിയ സാമ്പത്തിക പ്രയാസങ്ങൾക്ക് വർഗ്ഗരൂപീകരണം കാരണമാകും, വ്യത്യസ്ത സാംസ്കാരിക ഘടകങ്ങൾ ഒരേ സമൂഹത്തിൽ രൂപപ്പെടുന്നതിനും കാരണമാകാറുണ്ട്, വർഗ്ഗരൂപീകരണം കാരണമാകാറുണ്ട്. ഇത്രയാണ് ആ ഒരു ക്വസ്റ്റ്യൻ. എസ് ആണെങ്കിൽ അത്രയാണ്. ഇനി നമ്മളോട് ചോദിക്കും ക്ലാസ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച്, വർഗ്ഗബോധത്തെക്കുറിച്ച്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ വർഗ്ഗബോധം എന്താണെന്ന് ആദ്യം പറയണം. വേറൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. വർഗ്ഗബോധം എന്നത് വ്യക്തികൾക്ക് സമൂഹത്തിൽ അവരുടെ സ്ഥാനത്തെക്കുറിച്ചും മറ്റു വിഭാഗങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുമുള്ള അവബോധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ അവബോധം സാമൂഹികവും സാമ്പത്തികവുമായ അവസ്ഥകൾ, സാംസ്കാരിക മാനദണ്ഡങ്ങൾ, രാഷ്ട്രീയ ആശയങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഘടകങ്ങൾ കൊണ്ട് രൂപപ്പെടുന്നതാണ്. വ്യക്തിപരമായ അനുഭവങ്ങൾ, വിദ്യാഭ്യാസം, വ്യത്യസ്ത ആശയങ്ങളുള്ള ആളുകളുമായുള്ള സമ്പർക്കം എന്നിവയൊക്കെ ഇതിനെ സ്വാധീനിക്കാറുണ്ട്, വർഗ്ഗബോധം രൂപപ്പെടുത്തുന്നതിനെ സ്വാധീനിക്കാറുണ്ട്. വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങളിലെ അംഗങ്ങൾക്ക് വ്യത്യസ്ത തലത്തിലുള്ള ബോധവും സമൂഹത്തിൽ അവരുടെ സ്ഥാനത്തെക്കുറിച്ച് വ്യത്യസ്ത ധാരണയുമാണ് ഉണ്ടായിരിക്കുക. ഭരണവർഗത്തിലെ അംഗങ്ങൾക്ക് അവകാശത്തിൻ്റെയും പ്രത്യേക അവകാശത്തിൻ്റെയും ബോധമുണ്ടാവും. അതേസമയം തൊഴിലാളി വർഗത്തിലെ അംഗങ്ങൾക്ക് അവരുടെ ചൂഷണത്തെയും അടിച്ചമർത്തലിനെ കുറിച്ച് കൂടുതൽ അവബോധം ഉണ്ടായിരിക്കും. ഒരു സമൂഹത്തിൽ പ്രബലമായ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ആശയങ്ങൾ കൊണ്ട് വർഗ്ഗബോധത്തെ രൂപപ്പെടുത്താൻ സാധിക്കും. വിവിധ വർഗ്ഗങ്ങൾക്ക് വ്യത്യസ്ത ആശയങ്ങളാണ് ഉണ്ടാവുക എന്ന് മാത്രം. ഇത് പിന്നീട് സംഘർഷങ്ങൾക്കും സംഘടനകൾക്കും ഇടവരുത്തും. അതായത് വ്യത്യസ്ത ആശയങ്ങളാകുമ്പോൾ സംഘർഷങ്ങൾക്കും സംഘടനകൾക്കും അത് ഇടവരുത്തും. ഇതാണ് അതിൽ നമുക്ക് പ്രധാനമായിട്ട് വരുന്നത്. ഇനി നമുക്കിതിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട, ഇപ്പോൾ നമ്മൾ സോഷ്യോളജിയിലും പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിലും പഠിച്ചിട്ടുള്ളത് തന്നെയാണ് തിയറീസ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്നുള്ളത്. അത് ഏതിലും വരുന്നുണ്ട്, നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിലും വരുന്നുണ്ട്, കുറച്ചുകൂടി അധികം തിയറീസും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ ചേഞ്ചിൻ്റെ തിയറീസ് ഏതൊക്കെ, എക്സ്പ്ലെയിൻ ദ തിയറീസ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന് ചോദിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് സാമൂഹിക മാറ്റം എന്ന് പറഞ്ഞിട്ട് വേണം അതൊരു എസ്സേ ആയിട്ട് എഴുതാനായിട്ട് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. കാലക്രമേണ സമൂഹത്തിൽ അവയുടെ ഘടനയിലും മൂല്യങ്ങളിലും വിശ്വാസങ്ങളിലും പെരുമാറ്റങ്ങളിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് സോഷ്യൽ ചേഞ്ച് അല്ലെങ്കിൽ സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്. ഇനി നമ്മളതിൻ്റെ തിയറീസാണ് പഠിക്കുന്നത്. തിയറീസ് ഓഫ് സോഷ്യൽ ചേഞ്ച് ആണ്. ഫസ്റ്റ് നമുക്കറിയാം ഏതാണ്, എവല്യൂഷണറി തിയറിയാണ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ള തിയറി. എവല്യൂഷണറി തിയറി, പരിണാമാത്മക സിദ്ധാന്തം. കാലക്രമേണ ഉണ്ടായതാണ് സാമൂഹിക മാറ്റം എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സിദ്ധാന്തമാണ് എവല്യൂഷണറി തിയറി അല്ലെങ്കിൽ പരിണാമാത്മക സിദ്ധാന്തം. ലളിതമായ ഘടനയിൽ നിന്ന് സമൂഹം സങ്കീർണമായ ഘടനയിലേക്ക് മാറി എന്നാണ് ഈ സിദ്ധാന്തത്തിൽ പറയുന്നത്. പ്രധാനമായും 3 മാറ്റങ്ങളാണ് അതിൽ പറയുന്നത്. ഒന്ന് ലൈനിയർ ഓർ യൂണി ലൈനിയർ എവല്യൂഷനാണ്. എന്ന് പറഞ്ഞാൽ രേഖീയ പരിണാമം അഥവാ ഏകരേഖീയ പരിണാമം. ലളിതമായ ഘടനയിൽ നിന്നും ഘട്ടം ഘട്ടമായുള്ള മാറ്റത്തെയാണ് ഈ ലൈനിയർ ആൻഡ് യൂണി ലൈനിയർ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തത് യൂണിവേഴ്സൽ എവല്യൂഷനാണ്, സാർവത്രിക പരിണാമം. എന്ന് പറഞ്ഞാൽ ഓരോ സമൂഹത്തിലും വ്യത്യസ്ത തോതിൽ മാറ്റം ഉണ്ടാകുന്നതിനെയാണ് യൂണിവേഴ്സൽ എവല്യൂഷൻ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ സാർവത്രിക പരിണാമം സൂചിപ്പിക്കുന്നത്. ഇനി അതിൽ വരുന്ന മൂന്നാമത്തേതാണ് മൾട്ടി ലൈനിയർ ഓർ എവല്യൂഷനാണ്. മൾട്ടി ലൈനിയർ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബഹുരേഖീയ പരിണാമം എന്ന് പറഞ്ഞാൽ വിവിധ ഘടകങ്ങളുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന മാറ്റത്തെയാണെന്ന് പറയുക മൾട്ടി ലൈനിയർ അല്ലെങ്കിൽ ബഹുരേഖീയ പരിണാമം എന്ന് പറയുന്നത്. ഇത് ഏതിൽ വരുന്നതാണ്? 3 എവല്യൂഷണറി തിയറിയിൽ വരുന്നതാണ് കേട്ടോ. ഇനി സോഷ്യൽ ചേഞ്ചിൻ്റെ രണ്ടാമത്തെ ഒരു തിയറിയാണ് സൈക്ലിക്കൽ തിയറി. പറഞ്ഞതാണ് ചോദിച്ചോളജിയിലൊരു കുറച്ചുകൂടി വിശദമായ രീതിയിൽ ആളുകളെ പേരുകളൊക്കെ ചേർത്ത് പഠിക്കുന്നു. വേൾഡ് ഹിസ്റ്ററിയിലാകുമ്പോൾ ഒന്ന് ചുരുക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് പഠിക്കാം. ശ്രദ്ധിച്ച് കേട്ടിരിക്കുക, ചോദിച്ചുകൂടായില്ല. സോഷ്യോളജി ചോദിക്കാത്തതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ഇല്ല. ഒരു വേർഡ് നിന്ന് നിങ്ങൾ പഠിച്ച് വെക്കുക, അത് വെച്ചിട്ട് കിട്ടുന്നതെന്ന് വെച്ചിട്ട് അങ്ങോട്ട് നന്നാക്കിയിട്ട് എഴുതി വിടുക കേട്ടോ. നമുക്ക് അപ്പോൾ എന്താണ് സൈക്ലിക്കൽ തിയറി? ചാക്രിക സിദ്ധാന്തം. പുരാതന തത്വചിന്തകരായ പ്ലാറ്റോയും അരിസ്റ്റോട്ടിലുമാണ് ഈ സിദ്ധാന്തത്തെ ജനകീയവൽക്കരിച്ചതെന്ന് പറഞ്ഞാൽ പ്രചാരം നേടിക്കൊടുത്തത് അവർ 2 പേരുമാണ്. ജീവജാലങ്ങളെ പോലെ തന്നെ നാഗരികതകൾ ജനനം, വളർച്ച, പക്വത, തകർച്ച, മരണം എന്നിവയിലൂടെ ഒരു ആവർത്തന പ്രക്രിയയിലൂടെ കടന്നു പോകുന്നതായിട്ട് സൂചിപ്പിക്കുന്ന ഒരു സാമൂഹിക വികാസത്തിൻ്റെ സിദ്ധാന്തമാണ് സൈക്ലിക്കൽ തിയറി. ഇതന്നെയാണ് നമ്മൾ സോഷ്യോളജിയിലും പഠിച്ചത് കേട്ടോ. അതായത് ഒരു വ്യക്തി
മരണം ജനനം എന്നതുപോലെ എന്തുണ്ട് സമൂഹത്തിനും അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ടോ എന്ന് പറഞ്ഞില്ല. അതൊരു ചാക്രികമായിട്ട് അങ്ങനെ സംഭവിക്കും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, ചുരുക്കിയിട്ട് പറഞ്ഞു മാത്രം. ഇനി മൂന്നാമത്തെ തിയറിയാണ് ഫങ്ഷണലിസ്റ്റ് തിയറി, പ്രവർത്തനപരമായ സിദ്ധാന്തം. എന്താണ് അതിൽ പറയുന്നത് നോക്കുക. സമൂഹത്തിന് വിവിധ ഭാഗങ്ങളുണ്ടെന്നും ഓരോ ഭാഗത്തിനും ഓരോ ധർമ്മങ്ങൾ, ഓരോ ജോലികൾ, ഓരോ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ടെന്നും അവ ഓരോന്നും അവയുടെ ധർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുമ്പോൾ സമൂഹം കൃത്യമായി മുന്നോട്ട് പോകും. അതല്ല അതിൽ വീഴ്ചകൾ സംഭവിക്കുമ്പോഴോ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതായത് ആ ഘടകങ്ങൾ അതിൻ്റെ ജോലികളുമായിട്ട് ഒരേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല. അതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നപ്പോഴാണ് അവരുടെ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ ആ ഭാഗങ്ങൾ വീഴ്ചകൾ വരുത്തുമ്പോഴാണെന്ന് പറയുന്ന തിയറിയാണ് ഫങ്ഷണലിസ്റ്റ് തിയറി. ഇനി നാലാമത്തത് കോൺഫ്ലിക്റ്റ് തിയറിയാണ്, സംഘർഷ സിദ്ധാന്തം എന്ന് പറയും. സമൂഹത്തിലെ വ്യത്യസ്ത വർഗ്ഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ സമൂഹത്തിൽ മാറ്റം വരുത്തും എന്ന് പറയുന്ന സിദ്ധാന്തമാണ് കോൺഫ്ലിക്റ്റ് തിയറി അല്ലെങ്കിൽ സംഘർഷ സിദ്ധാന്തം. ഈ സിദ്ധാന്തത്തിൻ്റെ പ്രമുഖ വക്താവാണ് കാൾ മാർക്സ് കേട്ടോ. ഇതിലെ മറ്റ് പ്രമുഖരാണ് മാക്സ് വെബറും സി റൈറ്റ് മിൽസും. ഇനി മറ്റൊരു തിയറിയാണ് മാർക്സിസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സോഷ്യൽ ചേഞ്ച്. മാർക്സിയൻ തിയറി എന്ന് പറയാം, മാർക്സിസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ എന്നാണ് പറയാം, മാർക്സിസ്റ്റ് വ്യാഖ്യാനങ്ങൾ എന്നാണ് പറയാം കേട്ടോ. ചരിത്രപരവും സാമൂഹികവുമായ മാറ്റങ്ങളെ സംബന്ധിക്കുന്ന അനേകം സിദ്ധാന്തങ്ങൾ വികസിപ്പിച്ചെടുത്ത ജർമ്മൻ തത്വചിന്തകനാണ് ആര്? കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും. ചരിത്രത്തെക്കുറിച്ചുള്ള ഇവരുടെ ഭൗതിക സങ്കല്പം ചരിത്രപരമായ അത് മാത്രം ചോദിക്കുന്ന 4 മാർക്കിന് കേട്ടോ. ചരിത്രപരമായ ഭൗതികവാദം അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്നാണ് അറിയപ്പെടുന്നത്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം അഥവാ വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് ഇവർ വികസിപ്പിച്ചെടുത്ത മറ്റൊരു സിദ്ധാന്തം. സാമ്പത്തിക വളർച്ചയുടെ ഘട്ടങ്ങളും ഇവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഘട്ടങ്ങൾ സാങ്കേതികവും സാമൂഹികമായ ക്രമീകരണങ്ങൾ കൊണ്ട് പരസ്പരം നിർമ്മിക്കപ്പെടുന്നവയാണ്. അടിമത്തം, ഫ്യൂഡലിസം, മുതലാളിത്തം, കമ്മ്യൂണിസം തുടങ്ങി സമൂഹം അനേക സാമൂഹിക സമ്പ്രദായത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതൊക്കെ മാറ്റങ്ങളാണ് കേട്ടോ. ഇതിൽ ഓരോ ഘട്ടവും അതിൻ്റെ മുൻഘട്ടവുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നും ഇവർ വാദിക്കുന്നുണ്ട്. ഇവരുടെ മറ്റൊരു പ്രധാന സിദ്ധാന്തമായിരുന്നു ഇക്കണോമിക് ഡിറ്റർമിനിസം, സാമ്പത്തിക നിർണയം. വൺവേഡ് ചോദിക്കട്ടോ. ആരുടെ? കാൾ മാർക്സിൻ്റെയും ഫ്രെഡറിക് ഏംഗൽസിൻ്റെയും മറ്റൊരു പ്രധാന സിദ്ധാന്തമായിരുന്നു ഇക്കണോമിക് ഡിറ്റർമിനിസം അഥവാ സാമ്പത്തിക നിർണയവാദം. ഈ സിദ്ധാന്തം അംഗങ്ങളെ പരസ്പര വിരുദ്ധമായ സാമ്പത്തിക ക്ലാസുകളായിട്ട് വിഭജിക്കും. അവരുടെ രാഷ്ട്രീയ നിയന്ത്രണം സാമ്പത്തിക വ്യവസ്ഥമായി സ്വാധീനിക്കപ്പെടും എന്നുള്ളൊരു വാദമാണ് ഇത് ഇക്കണോമിക് ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. ഇതെല്ലാം സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ല സമൂഹത്തിൽ സംഭവിക്കുക എന്നൊരു തിയറിയാണത്. ഇനി ആറാമത്തെ തിയറിയാണ് ഏത്? ടെക്നോളജിക്കൽ തിയറി, സാങ്കേതിക സിദ്ധാന്തം. സാങ്കേതിക വിദ്യയിലൂടെ ഉപകരണങ്ങൾ സൃഷ്ടിക്കുന്നതിനും പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനുമുള്ള അറിവിൻ്റെ ഉപയോഗം ഒരു സമൂഹത്തിലെ സാമൂഹിക ബന്ധങ്ങളെ സാരമായിട്ട് ബാധിക്കും. 18-ാം നൂറ്റാണ്ടിലെ വ്യാവസായിക വിപ്ലവ കാലത്ത് ആവിയന്ത്രം കണ്ടുപിടിച്ചത് ഫാക്ടറികളുടെ ഉയർച്ചയ്ക്കും ഉൽപ്പന്ന വില കുറയുന്നതിനും പുതിയ തൊഴിൽ രീതികൾ കണ്ടെത്തുന്നതിനും സഹായിച്ചിട്ട് സമൂഹത്തിലുണ്ടായ മാറ്റമല്ലേ. ആധുനിക കാലഘട്ടത്തിൽ സാങ്കേതിക മാറ്റം പെട്ടെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്വതന്ത്ര കമ്പോള വ്യവസ്ഥ, ഗിഗ് എക്കണോമി എന്ന് പറയും കേട്ടോ. ഗിഗ് എക്കണോമി, ഗിഗ് എക്കണോമി, സ്വതന്ത്ര കമ്പോള വ്യവസ്ഥയുടെ രൂപീകരണത്തിന് കാരണമായി. സാങ്കേതിക മുന്നേറ്റം സമ്പദ് വ്യവസ്ഥയിലെ മാത്രമല്ല രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥയിലും എന്തുണ്ടാക്കിയിട്ടുണ്ട്? മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഏഴാമത്തെ തിയറിയാണ് മൾട്ടിപ്പിൾ കോസേഷൻ തിയറി, ഒന്നിലധികം കാരണ സിദ്ധാന്തം, ബഹുകാരണ സിദ്ധാന്തം എന്ന് പറയാം കേട്ടോ. മൾട്ടിപ്പിൾ കോസേഷൻ തിയറി. സാമൂഹിക മാറ്റം സങ്കീർണമായ രൂപത്തിൽ സ്വാധീനിക്കപ്പെടുന്ന അനേകം കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് സമർത്ഥിക്കുന്ന ഒരു സിദ്ധാന്തമാണ് മൾട്ടിപ്പിൾ കോസേഷൻ തിയറി അല്ലെങ്കിൽ ഒന്നിലധികം കാരണ സിദ്ധാന്തം. അനേകം കാരണങ്ങളുടെ ശൃംഖലകളുടെ ഒത്തുചേരലിൽ നിന്നാണ് ചരിത്ര സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് സാമൂഹ്യശാസ്ത്രജ്ഞനായ മാർക്ക് ഐവർ പറഞ്ഞിട്ടുള്ളത്. ഇനി വേൾഡ് സിസ്റ്റം തിയറിയാണ് എട്ടാമത്തത്. വേൾഡ് സിസ്റ്റം തിയറി, ലോക സിസ്റ്റം സിദ്ധാന്തം എന്ന് പറയാം. ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ വിശകലനം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യവും സാമൂഹിക ബന്ധങ്ങളിലും ചരിത്രപരമായ മാറ്റങ്ങളിലും അതിൻ്റെ സ്വാധീനം ഊന്നിപ്പറയുന്ന ലോക ചരിത്രവും സാമൂഹിക മാറ്റവും മനസ്സിലാക്കുന്നതിനുള്ള ഒരു സമീപനം അല്ലെങ്കിൽ ഒരു സിദ്ധാന്തമാണ് ഇത് വേൾഡ് സിസ്റ്റം തിയറി അല്ലെങ്കിൽ ലോക സിസ്റ്റം സിദ്ധാന്തം എന്ന് പറയും. ഈ സിദ്ധാന്തത്തിലെ പ്രസിദ്ധ സോഷ്യോളജിസ്റ്റായ ഇമ്മാനുവൽ വാലസ്റ്റൈൻ ആണ് ഇത് ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ ഇതിനെ വികസിപ്പിച്ചെടുത്തത്. ഇമ്മാനുവൽ വാലസ്റ്റൈൻ. ഈ സിദ്ധാന്തം ലോകത്തെ കോർ കൺട്രീസ്, സെമി പെരിഫറി കൺട്രീസ്, പെരിഫറി കൺട്രീസ് എന്നിങ്ങനെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. വേൾഡ് സിസ്റ്റം തിയറി ഇത് മാത്രം ചോദിക്കാൻ പരീക്ഷ കേട്ടോ. വേൾഡ് സിസ്റ്റം തിയറി. അപ്പോൾ എങ്ങനെയാണ് വേൾഡ് സിസ്റ്റം തിയറി വികസിപ്പിച്ചെടുത്ത ആരാണ്? പ്രസിദ്ധ സോഷ്യോളജിസ്റ്റായ ഇമ്മാനുവൽ വാലസ്റ്റൈൻ ആണ്. ഈ സിദ്ധാന്തം ലോകരാജ്യങ്ങളെ 3 വിഭാഗങ്ങളാക്കി തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? കോർ കൺട്രി,
സെമി പെരിഫറി കൺട്രി, പെരിഫറി കൺട്രി എന്നിങ്ങനെ മൂന്നാക്കി തിരിക്കുന്നത്. ഇതിൽ കോർ കൺട്രി എന്ന് പറയുന്നെങ്കിൽ കോർ രാജ്യങ്ങൾ എന്ന് പറയുന്നത് നല്ല ഉയർന്ന നൈപുണ്യമുള്ള രാജ്യങ്ങളാണ്. മൂലധന പ്രാധാന്യമുള്ള ഉൽപ്പാദനത്തിലും സെമി പെരിഫറി രാജ്യങ്ങൾ കുറഞ്ഞ നൈപുണ്യമുള്ള തൊഴിൽ പ്രാധാന്യമുള്ള ഉൽപ്പാദനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ്. ഇങ്ങനെയാണ് കോർ രാജ്യങ്ങൾ ഉയർന്ന നൈപുണ്യമുള്ള മൂലധന പ്രാധാന്യമുള്ള ഉൽപ്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. സെമി പെരിഫറി രാജ്യങ്ങൾ കുറഞ്ഞ നൈപുണ്യമുള്ള തൊഴിൽ പ്രാധാന്യമുള്ള ഉൽപ്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. മൂന്നാമത്തത് നമ്മൾ പറഞ്ഞ ഏതാണ്? പെരിഫറി കൺട്രീസ് അല്ലേ, അത് വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് തുല്യമാണ് കേട്ടോ. ഈ സിദ്ധാന്തം ലോകവ്യവസ്ഥയിൽ ഏത് രാജ്യമാണ് സാമ്പത്തിക അധികാരത്തിൽ മികച്ചു നിൽക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സിദ്ധാന്തം കൂടിയാണ്. അപ്പോൾ 17-ാം നൂറ്റാണ്ടിലാണെങ്കിൽ നെതർലാൻഡ് ആയിരുന്നു, 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനാണ്, 1-ാം ലോക മഹായുദ്ധ ശേഷം ആരാണ്? അമേരിക്കയാണ് മികച്ചു നിൽക്കുന്നത്. ഇതാണ് തിയറി. അപ്പോൾ 3 എസ്സേ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.